എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഏറ്റവും സുന്ദരവും അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. എല്ലാവരും നമ്മുടെ ഭാരത മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. രാജ്യത്തിന് നന്മ വരുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. ഇന്ന് 1201 മകരമാസം 12-ാം തീയതി 26/1/2026 തിങ്കളാഴ്ച. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് പോകുവാനും ആഹ്ലാദങ്ങൾ പങ്കിടാനും ബന്ധുക്കളുമായി ഒത്തുചേരുവാനുമൊക്കെ ഉതകുന്ന ഒരു ദിവസമായിരിക്കും. ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗ്യങ്ങൾ വരുന്നതായി കാണുന്നു. എന്നാൽ അശ്വതി നക്ഷത്രക്കാർക്ക് വിപരീതമായ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ചില പ്രശ്നങ്ങൾ വന്ന് ഭവിക്കുവാനായിട്ടൊക്കെ സാധ്യത കാണുന്ന ഒരു ദിവസമാണ് ഇത്. പ്രത്യേകിച്ച് ബിസിനസ്സുകാരെയാണ് ഉദ്ദേശിക്കുന്നത്. സംരംഭങ്ങൾ പുതിയത് തുടങ്ങിയവർക്കോ അല്ലെങ്കിൽ പുതിയത് തുടങ്ങാനിരിക്കുന്നവർക്കോ ഒക്കെയാണ് ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ വരാൻ സാധ്യത. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ക്രോണിക് ഡിസീസ് ഉള്ളവർ തീർച്ചയായും വീണ്ടും റിവ്യൂവിന് പോകുകയും അതിന് ഉതകുന്നതായ ചികിത്സാ രീതികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. സന്താനങ്ങൾക്ക് ഏറ്റവും നല്ല മെച്ചപ്പെട്ട അനുഭവങ്ങൾ വരുന്നത് കണ്ട് മനസ്സമാധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്തേക്ക് കുട്ടികളെ അയക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. വൻകിട ബിസിനസ് തുടക്കുന്നവർക്ക് വലിയ ലാഭമുണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. അതേപോലെ സാമ്പത്തികമായി സഹായം അന്വേഷിക്കുന്നവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. കായിക രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ടത് ആവശ്യമാണ്. ദൂരയാത്രയ്ക്ക് പോകുന്നവർ അപകട സാധ്യത പ്രതീക്ഷിക്കുക. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യാത്രയുടെ രീതികൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. അതൊഴിച്ചാൽ ബാക്കി വേറെ ബുദ്ധിമുട്ടുകളൊന്നുമുള്ള ഒരു ദിവസമല്ല ഇന്ന്. സാമ്പത്തികമായിട്ട് പ്രതീക്ഷകൾ വരുന്ന ഒരു ദിവസമായിരിക്കും. എല്ലാ തരത്തിലും മനസ്സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ഉറ്റവർ ചിലർ പിരിഞ്ഞു പോകുവാനോ സുഹൃത്തുക്കൾ ചിലർ അകന്നു പോകുവാനോ ഒക്കെ സാധ്യത തെളിഞ്ഞു കാണുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷകളുണ്ടാകുന്ന ദിവസമാണ്. ഏറ്റവും അടുപ്പമുള്ള ചില ആളുകളുമായി കൂടിച്ചേരുവാനും അവരുമായി കാര്യങ്ങൾ കൂടിയാലോചിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. അതേപോലെ പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനമെടുക്കാൻ പറ്റുന്ന ദിവസമാണ്. വാഹനം വാങ്ങുവാനോ അല്ലെങ്കിൽ ഗ്രഹം മൂടി പിടിപ്പിക്കുവാനോ വസ്തു വാങ്ങുവാനോ ഒക്കെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ആരോഗ്യസ്ഥിതിയും അതേപോലെ സാമ്പത്തിക സ്ഥിതിയുമൊക്കെ മെച്ചപ്പെട്ടതായി വരുന്നത് കണ്ട് സമാധാനിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ സഹോദര സ്നേഹമുള്ളവർക്ക് ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ അനുഭവങ്ങൾ വന്നു ചേരാം. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യത തെളിഞ്ഞു വരുന്നു. പുതിയ പഠനത്തിന് അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. പുതിയതായി ജീവിതത്തിൽ ഒരു നല്ല ഗൈഡൻസ് തരാൻ ഒരാൾ വരുന്ന ഒരു ദിവസമായിരിക്കും. വളരെ ഈശ്വരതുല്യരായ ചില ആളുകളുമായി ബന്ധപ്പെടുവാനുമൊക്കെ സാധ്യതയുണ്ട്. സഹായങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്വന്തമായ സ്വഭാവ വൈചിത്ര്യങ്ങൾ കൊണ്ട് ചില വിഷമതകൾ നേടുവാനും ഒരു കൂട്ടർക്ക് സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആയില്യം നക്ഷത്രക്കാർക്ക് വാക്കുകൾ നിയന്ത്രിക്കാത്തത് മൂലം
ചില ശകാരങ്ങൾ കേൾക്കുവാനും മനപ്രയാസം ഉണ്ടാകുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ആരോടും കുട്ടികൾ തർക്കുത്തരം പറയുന്നത് അത്ര ശരിയല്ല. കുട്ടികളും വലിയവരും അക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. എന്നാൽ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് എല്ലാം പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടും കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകുമെങ്കിലും ഉറ്റവരോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാരോ വളരെ വിപരീതമായും മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് ചില വൈഷമ്യങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ ആക്രമിക്കാൻ പതിയിരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്ന അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ വിചാരിക്കുന്ന കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ സാധിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധ വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. ലാഭകരമായ ഏതെങ്കിലും പുതിയ സംരംഭം തുടങ്ങാൻ ആരംഭിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായി കാണുന്നു. നേത്രരോഗം അനുഭവിക്കുന്നവർക്ക് സർജറിക്ക് വിധേയരാകേണ്ടതായൊരു സാഹചര്യം വന്നേക്കാം. അതുപോലെ ഉദരരോഗം അനുഭവിക്കുന്നവർക്കും പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നുപെടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം കുറച്ച് വിഷമം പിടിച്ച അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. ബന്ധുക്കളിൽ ചിലർ അകന്നു പോകുവാനോ പിരിഞ്ഞു പോകുവാനോ ഒക്കെ സാധ്യത കാണുന്നു. സുഹൃത്തുക്കളുമായി ചില തർക്കങ്ങളിൽ ഏർപ്പെടാനും സാധ്യത കാണുന്നു. ശാരീരികമായ ക്ലേശങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ്. ഗൃഹജോലികൾ ചെയ്യുന്നവർ, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഉപകരണങ്ങളിൽ നിന്ന് മുറിവേക്കാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. പങ്കാളിയുമായി തർക്കത്തിലേർപ്പെടുവാനും അത് വലിയ അന്ധഛിദ്രത്തിലേക്ക് ഏർപ്പെടുവാനും സാധ്യത കാണുന്നു. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അശ്രദ്ധ മൂലം ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള മാലിന്യങ്ങൾ കലരാനോ അതുമൂലം ഗൃഹത്തിലെല്ലാവർക്കും ഏതെങ്കിലും രീതിയിലുള്ള ഉദരരോഗങ്ങൾ വരുവാനും ഒക്കെ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ദൂരയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടുന്നതായി കാണുന്നു. എന്നാൽ വൈകുന്നേരത്തോടുകൂടി എല്ലാത്തിനും ഒരു അനുകൂലമായ ആശ്വാസകരമായ ഒരു സാഹചര്യം ഉടലെടുക്കുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകൾ സഫലീകരിക്കാൻ ഉതകുന്നതായ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. ശുഭവാർത്തകൾ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. വാർദ്ധക്യത്തിലേക്ക് കലൂന്നിയവർക്ക് ചില വിഷമതകളും ശാരീരിക ക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഉതകുന്നതായ ചികിത്സ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി ധനം ചിലവാക്കുവാനും അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതുകൊണ്ട് സമാധാനിക്കാനും ഒക്കെ സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. തൊഴിൽ നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സഹായഹസ്തങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. പുതിയ അവസരങ്ങൾ, പുതിയ സ്ക്രിപ്റ്റുകളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എഴുത്തുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. എന്നാൽ ജോലി ഭാരം കൊണ്ട് ശാരീരികമായ വേദനയോ തലവേദനയോ ഒക്കെ ആരംഭിക്കുവാൻ സാധ്യതയുണ്ട്. ഉചിതമായ ചികിത്സയോ അല്ലെങ്കിൽ വിശ്രമമോ ആവശ്യമായി വരുന്നു. ചില അസുഖങ്ങൾ വളരെയധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണുന്നു. പങ്കാളിയുമായി വളരെയധികം സ്വരച്ചേർച്ചയിൽ പോകേണ്ട ഒരു ദിവസമാണ്. ഇന്ന് കലഹം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. സാമ്പത്തികമായി ചിലവ് വർദ്ധിക്കുന്ന ദിവസമാണ്. ഇന്ന് ഷോപ്പിങ്ങിന് പറ്റിയ ദിവസമല്ല. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും.
ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട നക്ഷത്രമാണ് വിശാഖം. അതേപോലെ ഗ്രഹജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗ്രഹോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ പൊതുകാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ആത്മസംയമനം വേണ്ട ഒരു ദിവസമാണ്. വാക്കല്ലാത്ത ചില വാക്കുകൾ പറയുന്നത് മൂലം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി കാണുന്നു. അടുത്തായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും. ഒരുപാട് പ്രൊമോഷനുകളൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇന്ന് അതിനുള്ള പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. സന്താനങ്ങളുടെ അഭിവൃദ്ധിയും അവരുടെ ഉന്നമനവും കണ്ട് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ സന്താനങ്ങൾക്കോ പങ്കാളിക്കോ അനുകൂലമായ സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ പ്രൊമോഷനുകളോ ശമ്പള വർധനമോ ഒക്കെ കിട്ടുമെന്ന് അറിഞ്ഞ് മനസ്സന്തോഷം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ വൈകുന്നേരം ചില ഇടപെടലുകൾ മൂലം, ചിലരുടെ ഇടപെടലുകൾ മൂലം ചില മനപ്രയാസം അനുഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. ക്ഷേത്ര ദർശനത്തിന് പോവുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക. അവരവരുടെ ആചാരമനുസരിച്ച് എല്ലാവരും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണ, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായി കാണുന്നു. പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാനും അംഗീകാരം ലഭിക്കാനും ഒക്കെ സാധ്യത കാണുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് കാണുന്നതൊഴിച്ചാൽ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിന് ഫലം സിദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രോത്സാഹനാത്മകമായ കാര്യങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ഏറ്റവും അധികം മനസ്സിനെ സ്വാധീനിക്കുന്ന പല അനുഭവങ്ങളും പങ്കാളികളുടെ ഇടപെടൽ മൂലം, പങ്കാളിയുടെ ഉയർച്ച മൂലം ആശ്വാസം ലഭിക്കുന്ന അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ചില തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. എന്നാൽ വാർദ്ധക്യം നേരിടുന്നവർക്ക് ചില അസുഖങ്ങൾ പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥന എല്ലാത്തിനും അനിവാര്യമായൊരു ഘടകമാണ്. ഈശ്വര പ്രാർത്ഥനയിലോടുകൂടി മുൻപോട്ട് പോവുക. യുവാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ ബെൽറ്റോ ഹെൽമറ്റോ ഒന്നും ഇല്ലാതെ വാഹനം ഓടിക്കുന്നതോ ഒക്കെ വളരെയധികം ദോഷങ്ങളുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏഴരശനിക്കാലമായതുകൊണ്ട് ഏഴരശനി പോകുന്ന വഴി ചില അപകടങ്ങൾ വരുത്തിയിട്ട് പോകുന്നത് പതിവായതുകൊണ്ട് കാലിനും കൈയിനും ഒക്കെ ക്ഷതമേക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ അധികരിക്കുന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ജോലി ഭാരം കൂടുതലായി അനുഭവപ്പെട്ടേക്കാമെങ്കിലും ആ ജോലി ചെയ്തു തീർക്കുമ്പോൾ അംഗീകാരം ലഭിക്കുന്നതായിട്ട് കാണുന്നു. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. വേണ്ടതിലധികം ശ്രദ്ധയോടുകൂടി ഏത് കാര്യവും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പുതിയ വാഹനം മോടി പിടിപ്പിക്കുവാനോ അല്ലെങ്കിൽ പുതിയ വാഹനത്തിൽ ദൂരയാത്രയ്ക്ക് പോകുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. മാതാപിതാക്കളുടെ അഭിവൃദ്ധിയും സമാധാനവും കണ്ട് സന്തോഷിക്കുവാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെ ഉയർച്ചയോ ഉന്നമനവും കണ്ട് സന്തോഷിക്കുവാനും സാധ്യത തെളിഞ്ഞു കാണുന്നു. പേരക്കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സൂചന ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. ഉത്സാഹഭരിതമായി പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ കലാകാരന്മാർക്ക് കഴിയുന്നൊരു ദിവസമായിരിക്കും. കലാരംഗത്ത്, പ്രത്യേകിച്ച് സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും സാമ്പത്തികമായി സഹായം തേടുന്നവർക്ക് സഹായം ലഭിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും ഈശ്വരൻ കാത്തുരക്ഷിക്കട്ടെ. നമസ്കാരം.